ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ സ്കിന്നിൻ്റെ നിറം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്ന് കുറഞ്ഞാലോ ഒന്ന് കൂടിയാലോ ഒക്കെ പ്രശ്നമാണ്. ഇപ്പോൾ വെള്ളപ്പാണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ വളരെ സ്റ്റിഗ്മ ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ള നിറം കുറയുക എന്നത് ആർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു സംഗതിയാണത്. ഈ നിറം കുറയുന്നതിൽ ഒരുപാട് കാരണങ്ങളുണ്ടാകാം. ഇപ്പോൾ ചില ആളുകൾക്ക് അത് വെയിൽ കൂടുതൽ കൊണ്ടതുകൊണ്ടാവാം. ചില ആളുകൾക്ക് പലരും പറയാറുള്ളത് പോലെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ലിവറിൻ്റെ പ്രശ്നം കൊണ്ടാണ് കളർ കുറയുന്നത്, അങ്ങനെയൊക്കെ ആളുകൾ ചിന്തിക്കാറുണ്ട്. എന്നുള്ളൊരു പ്രത്യേക ഒരു കണ്ടീഷൻ ഉണ്ട്. പെട്ടെന്ന് നമ്മുടെ സ്കിന്നിൽ ഈ കളറുള്ള കൂടുതൽ ഇരുണ്ടിട്ടുള്ള പലതരം പാച്ചുകൾ അപ്പിയർ ചെയ്യാൻ. അത് ഏറ്റവും കൂടുതലായിട്ട് ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഫേസിൽ, ഫോർഹെഡിൽ, ചില ആളുകൾക്കൊക്കെ പിന്നെ ഈ ചെസ്റ്റിൽ, പിന്നെ സൺ എക്സ്പോസ്ഡ് ആയിട്ടുള്ള മറ്റുള്ള ഏരിയാസിൽ ഒക്കെ ഇങ്ങനെ കുറച്ചൊരു ഗ്രേയിഷ് കളർ, ഒരു സ്ലേറ്റിൻ്റെ കളർ പോലത്തെ ഒരു കളറായിട്ട് വരുന്ന ഈ ഒരു കണ്ടീഷനെ ലൈക്കൻ പ്ലാനസ് പിഗ്മെൻറ്റോസിസ് എന്നാണ് പറയുക. ഇത് കുറച്ച് റെയർ ആയിട്ടുള്ള കണ്ടീഷനാണ്. എന്നാലും നമുക്കൊരു മന്തിൽ ഒരു 4-5 കേസുകളൊക്കെ ഇത് കിട്ടാറുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മുമ്പ് പറഞ്ഞ ലൈക്കൻ പ്ലാനസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖം, അത് മുമ്പൊരു വീഡിയോ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു റയർ ഫോമാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സൺ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയാസിൽ ഇറഗുലർ ആയിട്ടുള്ള ഒരു ഗ്രേ ബ്രൗൺ ആയിട്ടുള്ള പാച്ചസ് ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള സിംറ്റംസ്. വളരെ അപൂർവമായിട്ട് ചില ആളുകൾക്ക് ഇതിൽ ഇച്ചിങ് കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. പൊതുവെ ഇത് സിംറ്റംസ് വേറൊന്നും ഉണ്ടാവാത്ത ഒരു കണ്ടീഷനാണിത്. ഇതിൻ്റെ കാരണം എന്താണെന്നുള്ളത് വളരെ മിസ്റ്റീരിയസ് ആണ്, അൺനോൺ ആണ്. പലരും പല കാര്യങ്ങളായിട്ട് പറയാറുണ്ട്. ചില ആൾക്കാർ ഹെയർ ഡൈ ഉപയോഗിച്ചത് കൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് പറയാറുണ്ട്. ഇനി ചില സ്റ്റഡീസിലൊക്കെ ചില ഓയിൽ അപ്ലൈ ചെയ്താൽ ഇങ്ങനെ വരുമെന്ന് പറയുന്നുണ്ട്. ചില വൈറൽ ഇൻഫെക്ഷൻസ്, പിന്നെ ഏറ്റവും കൂടുതലായിട്ട് സൺ എക്സ്പോസ്ഡ് ഏരിയാസിലാണ് കൂടുതൽ വരുന്നത് എന്നതുകൊണ്ട് UV ലൈറ്റുമായിട്ട് ഇതിനെന്തോ ബന്ധമുണ്ട് എന്നുള്ളതൊക്കെ ഒരുപാട് തിയറീസ് ഉണ്ട്. പക്ഷെ എന്തായാലും ഒരാൾക്ക് എന്തുകൊണ്ട് ഇത് വന്നു എന്നുള്ളതിന് എക്സാക്റ്റ് ആയിട്ടുള്ള റീസൺ നമുക്ക് പറയാൻ കഴിയില്ല. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു അഡൾട്ട് സ്റ്റേജിലേക്ക് എത്തിയതിന് ശേഷമാണ് ഇത് വരിക. അപ്പം പെട്ടെന്ന് നമ്മുടെ ചില പേഷ്യൻസൊക്കെ വളരെ ലൈഫിൽ വലിയൊരു പൊസിഷനിലേക്ക് നിൽക്കുന്ന ആളുകൾക്കൊക്കെ പെട്ടെന്ന് ഈ ഒരു അസുഖം വരുമ്പോൾ എല്ലാവരും ചോദിക്കാൻ തുടങ്ങും, എന്താണ് നിങ്ങളുടെ മുഖത്ത് നിങ്ങൾ എങ്ങനെ മാറിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് അവരുടെ ലൈഫിനെ വളരെ മോശമായിട്ട് എഫക്റ്റ് ചെയ്യുകയും പല ആളുകളും സോഷ്യലി വിത്ഡ്രോൺ ആയിട്ട് ജോലി തന്നെ ഉപേക്ഷിച്ച് വീട്ടിലിരിക്കുകയൊക്കെ ചെയ്യുന്ന പേഷ്യൻസ് നമുക്കുണ്ട്. അപ്പോൾ ഇതിന് ട്രീറ്റ്മെൻറ്റ് പൊതുവെ കുറച്ച് ഡിഫിക്കൽട്ടാണ്. മറ്റുള്ള പല കണ്ടീഷനുകളും ചെയ്യുന്ന പോലെ ഒരൊറ്റ ക്രീം കൊണ്ട് മാറുന്ന ടൈപ്പ് കണ്ടീഷൻ അല്ല ഇത്. അപ്പോൾ ഇതിന് പലതരം ക്രീമുകളുണ്ട്. ഇപ്പോൾ സ്റ്റീറോയിഡ് അടങ്ങിയതും അല്ലാത്തതും, ഡീപിഗ്മെൻറ്റിങ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള പലതരം ക്രീമുകളുണ്ട്. ഇനി പെട്ടെന്ന് ശരീരത്തിലെ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് പകരുന്ന കണ്ടീഷൻ ആണെങ്കിൽ അതിന് പലതരം മെഡിസിൻസ് നമ്മൾ കൊടുക്കും. അതിലും പിന്നെ സ്റ്റീറോയിഡ് അടങ്ങിയതും സൈഡ് എഫക്റ്റ് ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള, അത് ഓരോ അവസ്ഥ അനുസരിച്ചിട്ട് നമ്മൾ കൊടുക്കേണ്ട ഒരു ചോയ്സാണത്. അതുപോലെ പലതരം കെമിക്കൽ പീലുകൾ നമ്മൾ ഇതിൻ്റെ നിറം കുറക്കാനും ഒന്നും കൂടി ബ്രൈറ്റ് ആവാനും ഉപയോഗിക്കാറുണ്ട്. ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ട് ഇതിന് എൻഡിയാഗ് ലേസർ പോലുള്ള ലേസറുകളിൽ ക്യൂസിസ്റ്റ് എൻഡിയാഗ് എന്നൊക്കെ പറയും, പുതിയ ടെക്നോളജീസ് ആണ്. അത് ഉപയോഗിച്ചിട്ട് ഈ LPP എന്ന കണ്ടീഷനിൽ അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ആ രീതിയിൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഒരുപാട് സിറ്റിങ്സ് വേണ്ടതായിട്ടുണ്ട്, ഒരുപാട് സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും ഇതിൽ പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റിൽ ഒരു പ്രതീക്ഷ നഷ്ടപ്പെടുകയും അങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നത് കാണാറുണ്ട്. പക്ഷെ അതിനേക്കാളും ഏറ്റവും നല്ലത് നമ്മളത് ആ പ്രതീക്ഷയിൽ തന്നെ നമുക്ക് സൈഡ് എഫക്ട്സ് ഒന്നും വരാത്ത രീതിയിലുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അറ്റ്ലീസ്റ്റ് ഇത് ഫർദർ സ്പ്രെഡ് ആവാതിരിക്കാൻ അത് എന്തായാലും ഉപകരിക്കുന്നതാണ്. വന്ന പാടുകൾ തന്നെ അത് പോവാനും ഇത് പല ആളുകൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവുന്നുമുണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു ഡിസ്ഹാർട്ടൻഡ് ആവേണ്ട ഒരു കണ്ടീഷൻ അല്ല, നമുക്കത് കൺട്രോൾ ചെയ്യാനും മാറ്റാനും ഒക്കെ കഴിയുന്നൊരു കണ്ടീഷൻ തന്നെയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ടോപ്പിക്ക് നിർത്തുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഇതിൽ സംശയങ്ങളുണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് ബോക്സിൽ ഇടുക, ഞാൻ അതിന് റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ്. താങ്ക് യു ഓൾ.